36 വർഷം മുൻപ് പൂരക്കളിയിൽ ചുവടുവെച്ച മഞ്ഞോട്ട് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ കേരളത്തിലെ തന്നെ ആദ്യ വനിതാ പൂരക്കളി സംഘമായ നവോദിത വനിതാ പൂരക്കളി സംഘാംഗങ്ങൾ ഒത്തുകൂടി. ചടങ്ങിൽ വെച്ച് 10K ബന്ധങ്ങളുടെ നേട്ടം സെലിബ്രേഷൻ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് രാജ റെസിഡൻസിയിലാണ് പരിപാടി നടന്നത്. 36 വർഷം മുൻപ് പൂരക്കളിയിൽ ചുവടുവെച്ച മഞ്ഞോട്ട് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ കേരളത്തിലെ തന്നെ ആദ്യ വനിതാ പൂരക്കളി സംഘമായ നവോദിത വനിതാ പൂരക്കളി സംഘാംഗങ്ങൾ ഒത്തുകൂടി. പൂരക്കളിയിലെ ഒന്നാം തരം കളിച്ചുകൊണ്ടാണ് 36 വർഷം മുൻപ് കളിച്ചു വളർന്ന പൂരക്കളിയുടെ ചുവടുകൾ മറക്കാതെ അവർ ഓർത്തെടുത്തത്. പരിപാടി ദാമോദര പണിക്കർ ഉദ്ഘാടനം ചെയ്തു. പൂരക്കളിയിലെ പുരുഷാധിപത്യം നമുക്കറിയാം. പുരുഷന്മാരാണ് ക്ഷേത്രങ്ങളിൽ പൂരക്കളിക്കുന്നത്. അപ്പൊ അവരിൽ നിന്നുള്ള ഒരു വ്യത്യാസം ഒരുപക്ഷെ ആദ്യകാലത്ത് ഞാൻ ഓർക്കുന്നൊന്ന് കയ്യൂരോ, ഇതിന് ശേഷമാണോ കയ്യൂര് തുടങ്ങിയത് എനിക്കറിയില്ല, പെൺകുട്ടികളുടെ ഒരു പൂരക്കളി പ്രദർശിപ്പിച്ചതായിട്ട് ഞാൻ പത്രങ്ങളിൽ വായിച്ചിരുന്നു. അല്ലാതെ മറ്റെവിടെയും അങ്ങനെ പൂരക്കളി ഇന്ന് വ്യാപകമായിട്ട് നമുക്ക് വനിതാ പൂരക്കളി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പല സ്ഥലത്തും മടിക്കൈ ഭാഗത്തും അതുപോലെ തന്നെ കയ്യൂർ ഭാഗത്തും തുരുത്തി ഭാഗത്തും പല മേഖലയിലും വനിതാ പൂരക്കളി ഇന്ന് അരങ്ങേറുന്നുണ്ട്. മഞ്ഞോട്ട് ദേവാലയം പ്രസിഡന്റ് അംബുജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. മഞ്ഞോട്ട് ദേവാലയം അന്തിത്തിരയൻ മോഹനൻ, ബിന്ദു കുന്നരുവത്ത്, DV ഷാജി, VV വിജയൻ, ചന്ദ്രൻ അലാമിപ്പള്ളി, VV ദാമോദരൻ എന്നിവർ സംസാരിച്ചു. മേഘ സ്വാഗതം പറഞ്ഞു. കനക അനിൽ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് പൂരക്കളി പരിശീലിപ്പിച്ച പണിക്കന്മാരെ ആദരിച്ചു. അജിത പള്ളിക്കര, കലാസേലം, അനക അട്ടേങ്ങാനം, കൈരളി ഒഴിഞ്ഞവളപ്പ്, KP റീന ചീമേനി, PV സിന്ധു കോവൽപ്പള്ളി, P ദിവ്യ, റീജ പുതിയ പറമ്പത്ത്, ഷീജ രാമന്തളി, വിദ്യ കാഞ്ഞിരപ്പൊയിൽ, സന്ധ്യ ചാമുണ്ടിക്കുന്ന്, ബിന്ദു ഒഴിഞ്ഞവളപ്പ്, സീമ പത്തായപ്പുര, മേഘ പുതുക്കൈ, രജിത പൂച്ചക്കാട് എന്നിവരാണ് ഒത്തുകൂടലിൽ പങ്കാളികളായത്. PV ദാമോദരൻ, പരേതരായ P ഗംഗാധരൻ, കുമാരൻ പണിക്കർ എന്നിവരാണ് പൂരക്കളി പരിശീലിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.